ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അയിലയാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ പൊൻ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു 3 അയില എടുത്തിട്ടുണ്ട്. അയില നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ച് എടുത്തത്, വേവിച്ച് വെച്ചേക്കുക അയില. കണ്ടോ, ഇങ്ങനെ തൊട്ടാൽ പൊടിഞ്ഞ് വരണം. മുള്ളെല്ലാം നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ തലഭാഗത്തുള്ള മാംസമെല്ലാം എടുത്ത് ഒരു പൊടിയും മുള്ള് കാണരുത്. ഇത് കണക്ക് നല്ല പൊടിച്ചെടുക്കുന്ന രീതിയിൽ നമുക്ക് പുഴുങ്ങിയെടുക്കണം, മുള്ളെല്ലാം മാറ്റണം. അങ്ങനെ 3 അയില എടുത്തോളൂ. നിങ്ങൾക്ക് എത്ര അയില വേണമെങ്കിലും എടുക്കാം. അതിനുള്ള സാധനങ്ങൾ ഞാൻ മിക്സിയിൽ ഇട്ട് പോയി കേട്ടോ. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പിടി തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 സ്പൂണ്, പച്ചമുളക്, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനം. ഇത്രയും കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. പിന്നെ കുറച്ച് സവാള, ഒരു സവാള, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കടുക് വറുക്കാനുള്ള കടുക്, വറ്റൽമുളക്, കുറച്ച് ഉലുവ. അപ്പോൾ ആദ്യം ഇതൊന്നും പൊടിച്ചുകൊണ്ട് വരാം. നമുക്ക് കടുകിടാം. വറ്റൽമുളകും ഉലുവയും ഇടാം. അതിൻ്റെ കൂടെ കറിവേപ്പില ഇടാം. സവാള ഇടാം. നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. ഇപ്പം നമ്മൾ തേങ്ങയൊക്കെ നല്ല പൊടി പോലെ ചതച്ചിട്ടുണ്ട്. അത് മാറ്റി അങ്ങോട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ അയില നല്ല മുള്ളെല്ലാം കളഞ്ഞ് നമുക്ക് പൊടിയാക്കാം. നല്ല ഒരു പൊടി മുള്ള് കാണരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അയില കണ്ടോ, അയില ഇങ്ങനെ നല്ല മുള്ളെല്ലാം മാറ്റി ഇങ്ങനെ പൊടിച്ചെടുക്കണം. അപ്പോൾ കണ്ടില്ല, അപ്പോൾ ഈ സൈഡിനൊരു മുള്ളുണ്ട്, ആ സൈഡിൻ്റെ മുള്ള് മാറ്റണം. അപ്പം നടുക്കുന്ന് ഇങ്ങനെ ഒന്ന് തിളപ്പിക്കുന്ന ഉടനെ ഈ മീൻ നല്ലോണം വേവും കേട്ടോ. തലഭാഗം ഒന്നും വേണ്ട, എൻ്റെ മാംസം മാത്രം മതി. അങ്ങനെ 3 മീനെ ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് 3 മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പൊടി മുള്ള് കാണരുതേ. കുട്ടികൾക്കൊക്കെ കൊടുക്കണമെന്നുള്ളവരാണെങ്കിൽ എല്ലാ മുള്ളും കൈ എടുത്ത് വെച്ച് നല്ലോണം നോക്കിയിട്ട് വേണം. കുട്ടികളായാലും വലിയവരായാലും മുള്ളെന്ന് പറയുന്നത് പേടിക്കേണ്ട സാധനം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പൊടിക്കാൻ നേരത്ത് നമ്മളെ കയ്യിൽ മുള്ള് വരും. അപ്പോൾ ആ മുള്ളെല്ലാം നമുക്ക് ഇങ്ങനെ തപ്പി എല്ലാം എടുക്കണം. ഇങ്ങനെ പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ കയ്യിൽ മുള്ളിങ്ങനെ തട്ടി വരും. എല്ലാം നമ്മളിങ്ങനെ മാറ്റണം. എല്ലാം ശ്രദ്ധയോടുകൂടി ചെയ്യണം കേട്ടോ. മുള്ള് കുരുങ്ങാത്ത വിധത്തിലാണ് ഈ ടേസ്റ്റുള്ള സാധനം ഉണ്ടാക്കേണ്ടത് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയിട്ട് മുള്ള് നല്ല ടേസ്റ്റായിരിക്കും, പക്ഷേ മുള്ളൊന്ന് ചവച്ച് കഴിയുമ്പോൾ ആ ടേസ്റ്റിൻ്റെ അപ്പുറത്തെ വാക്ക് നമുക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഉണ്ടാക്കേണ്ട പാടും അപ്പോഴേ നമുക്ക് സങ്കടം വരും. അതിനെക്കാട്ടുള്ളത് എല്ലാ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇത് ചെയ്യണം. എല്ലാ മുള്ളും വേണ്ട. ഇപ്പം ഇങ്ങനെ ആക്കി നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മുള്ള് തടഞ്ഞു വരും. കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നല്ലോണം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം മുള്ളും മാറിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. കണ്ടു, ഇവിടെ ഒരു മുള്ളുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കേട്ടോ, അയില ആയതുകൊണ്ട്. വേണ്ട, ഇതിനൊക്കെ മുള്ള് കിടന്ന് ഇഷ്ടപ്പെടത്തില്ല ആർക്കും. അപ്പോൾ ഇതാണ്ടേ നമ്മൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് ഈ വറുത്ത് വെച്ചേക്കുന്നതിനകത്തോട്ട്, ഈ കടുക് വറുത്തല്ലോ, അതിലോട്ട് നമുക്ക് ഇടാം. നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചിടും. ഒന്ന് എണ്ണയൊക്കെ പിടിച്ചൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഉപ്പിട്ടിട്ടില്ല, അരപ്പും കൂടി ഇട്ടിട്ടാണ് ഉപ്പിടുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പിടാം. അരപ്പ് തട്ടിയിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അയിലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വിടുക. നിങ്ങളോട് ഉണ്ടാക്കി തീർച്ചയായിട്ടും കഴിക്കണം. അടിപൊളിയാണ്. കുരുമുളകിൻ്റെയൊക്കെ നല്ല മണം, ജീരകത്തിൻ്റെയൊക്കെ നല്ല മണമായി കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അധികം മൂക്കണ്ട, നമുക്ക് ചോറിനൊക്കെ പറ്റി കഴിക്കുന്ന രീതിയിൽ കഴിക്കാം. ഉപ്പൊന്ന് നോക്കാം.
ഉപ്പൊക്കെ ഉണ്ട്, എരിയുണ്ട്, കുരുമുളകിൻ്റെ മണമുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തേങ്ങയുടെ ആ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് സിമ്മിലിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിരുന്നാൽ മാത്രം മതി. നമുക്ക് ചോറിൻ്റെ കൂടെയോ നമുക്ക് എന്ത് കഴിക്കണമെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. വീണ്ടും വീണ്ടും പറയുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതേപോലെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ നമ്മുടെ അയിലത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുന്നു. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.